Hello everyone, welcome to Kids Area Online. Class 4 Maths exam ആണ് നാളെ. അപ്പോൾ നമുക്ക് എക്സാമിന് മുൻപ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിച്ചിട്ട് പോകാം. എല്ലാവരും റെഡിയാണല്ലോ? കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അടുത്ത ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അതിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? വാട്ട് ആൾ ഷേപ്സ് ആർ ദെയർ എമംഗ് ദം? ഇതിലുള്ള ഷേപ്സിൻ്റെ പേര് പറയുക. ഏതൊക്കെ ഷേപ്സ് ആണുള്ളത്? ഈ ഷേപ്പിന് എന്താ പറയുക? കോൺ, വൃത്തസ്തൂപിക. എന്താ പറയുക? കോൺ. CONE, കോൺ. കോൺ എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തസ്തൂപിക, കോൺ. ഇതിനെന്താ പറയുക? ഈ ഒരു ചെറിയൊരു കട്ട എന്താ പറയുക? ക്യൂബ്. ക്യൂബ്. സമചതുരക്കട്ട. സമചതുരക്കട്ട അതിനെന്താ പറയുക? ക്യൂബ്. ക്യൂബ്. ഇതിനെന്താ പറയാന്നറിയാവോ? ഇത് നീളത്തിലാണ്, റെക്റ്റാങ്കിൾ പോലെയാണ്. എന്താ പറയുക? റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ചതുരക്കട്ട. ഇത് സമചതുരക്കട്ട ക്യൂബ്, ഇത് ചതുരക്കട്ട റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇനി സർക്കിൾ പോലെ ഗോളം പോലെയുള്ള എന്താ പറയുക? ഗോളം, സ്പിയർ. ഗോളം, ബോളൊക്കെ ഇല്ലേ? ബോൾ. ബോൾ. ആ ബോളിന് എന്താ പറയുക? സ്പിയർ. ബോളിൻ്റെ ഷേപ്പ് ഏതാണ്? സ്പിയർ. ബോളിൻ്റെ ഷേപ്പ് സ്പിയർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ട് അത് ഏത് ഷേപ്പാണെന്ന് ചോദിച്ചാൽ എഴുതുക കേട്ടോ. ബോൾ സ്പിയർ ആണ്. കോൺ, നമ്മുടെ ട്രാഫിക് കോൺ അറിയാലോ, അതൊക്കെ എന്താ? കോൺ ഷേപ്പാണ്. കോൺ, ക്യൂബ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക്, സ്പിയർ. കോൺ, ക്യൂബ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക്, സ്പിയർ. വൃത്തസ്തൂപിക, സമചതുരക്കട്ട, ചതുരക്കട്ട, ഗോളം. മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം, the lengths of the sides of the sum figures are given below. Which of them can be used to draw a rectangle? താഴെ തന്നിരിക്കുന്നവയിൽ ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവ് ഏതാണ്? ചതുരം, റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ചതുരം, സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സ്ക്വയറിൽ എല്ലാ വശവും തുല്യമാണ്. റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ആയിരിക്കും. പിന്നെ അതുപോലെ എന്താ? മുകളിലും താഴെയും ടോപ്പും ബോട്ടവും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ രണ്ട് വശം ഒരുപോലെ, രണ്ട് വശം ഒരുപോലെ. അപ്പോൾ 8585 അല്ലെങ്കിൽ 8855. രണ്ടെണ്ണം ഒരുപോലത്തെ വരും. രണ്ടെണ്ണം വീതം ഒരുപോലെ വരും. എന്നാൽ അതെന്തായിരിക്കും? റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞേ, വിച്ച് ഓഫ് ദ ലെങ്സ് ബിലോ കനോട്ട് ബി യൂസ് ടു ഡ്രോ എ സ്ക്വയർ? സ്ക്വയർ വരയ്ക്കാൻ കഴിയാത്തതിൽ ഏതാണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വശം തുല്യമായിരിക്കണം. ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8. ഓരോ സൈഡും 8 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാ സൈഡും 8 ആണ്, വരയ്ക്കാൻ പറ്റും. ഇവിടെ 5 5 5 5 4 സൈഡും 5 ആണ്, വരയ്ക്കാൻ പറ്റും. ഓൾ 4 സൈഡ് 6. എല്ലാ വശവും 6 ആണ്, അപ്പം വരയ്ക്കാൻ പറ്റും. 5 5 6 6 വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ് ആൻസർ. റെക്റ്റാങ്കിളും സ്ക്വയറും മാറിപ്പോരുത് കേട്ടോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമായിരിക്കും. റെക്റ്റാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ തുല്യമായിരിക്കത്തുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷേപ്സ് ഹാസ് നോ കോർണർ? കോർണർ ഇല്ലാത്ത ഷേപ്പ് ഏതാ? കോർണർ, സർക്കിൾ. ബാക്കി എല്ലാത്തിനും കോർണർ ഉണ്ട്. സ്ക്വയറിന് 4 എണ്ണം ഉണ്ട്, റെക്റ്റാങ്കിളിന് 4 എണ്ണം ഉണ്ട്, ട്രയാങ്കിളിന് 3 എണ്ണം. ഇത് കൂടെ സർക്കിളാണ് കോർണർ ഇല്ലാത്തത്. വിച്ച് ഓഫ് ദ ലെങ്സ് ബിലോ ക്യാൻ ബി യൂസ് ടു ഡ്രോ എ സ്ക്വയർ? സ്ക്വയർ വരയ്ക്കാൻ കഴിയുന്ന അളവ് ഏതാണ്? സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ വശവും തുല്യമായിരിക്കും. 7 7 7 7. ഓക്കെ. ഇനി റെക്റ്റാങ്കിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? റെക്റ്റാങ്കിൾ ഏതാണ് ശരി? ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ ആണോ? അല്ല. സ്ക്വയറിനാണ് എല്ലാ സൈഡും ഈക്വൽ ആവുക. ഓൺലി ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ. യെസ്, കറക്റ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഹാസ് നോ സ്ട്രെയിറ്റ് സൈഡ്. തെറ്റാണ്. ഇറ്റ് ഹാസ് ഓൺലി 3 കോർണേഴ്സ്. തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓൺലി ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ. ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് സം ഫിഗേഴ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദം ക്യാൻ ബി യൂസ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുന്ന ഏതാണ്? റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ. അപ്പോൾ രണ്ടെണ്ണം ഒരുപോലെ വരണം. 5 8 5 8. ഓക്കെ. ചിലപ്പോൾ 5 5 8 8 എന്ന് കൊടുത്തിരിക്കും. എങ്ങനെയായാലും രണ്ടെണ്ണം ഒരുപോലെ, രണ്ടെണ്ണം ഒരുപോലെ അങ്ങനെ വരണം. എന്നാലത് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. സ്ക്വയർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ 4 സൈഡും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. A fruit market is packing apples into large gift boxes. 1000 apples are packed into each full box. The number of boxes packed by each shop is given below.
കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് പാക്ഡ് ബൈ ഈച്ച് ഷോപ്പ്. ഓരോ ഷോപ്പിനും ഓരോ ബോക്സ് വീതമാണ് കൊടുക്കുക. 1, 2, 3 ബോക്സ് വീതം കൊടുക്കും. ഒരു ബോക്സിൽ 1000 ആപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഷോപ്പ് നെയിം നോക്കാം, എത്ര ബോക്സ് കൊടുത്തു നോക്കാം, ടോട്ടൽ എത്ര ആപ്പിൾ കിട്ടിയെന്ന് പറയണം. ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന ഷോപ്പിൽ 3 ബോക്സ് കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര ആപ്പിൾ കിട്ടിയിട്ടുണ്ടാവും? 3 ബോക്സാണ് കൊടുത്തത്. ഒരു ബോക്സിൽ 1000. അപ്പോൾ 3 ബോക്സിൽ 3000. ഗ്രീൻ ആപ്പിൾ മാർട്ടിൽ 7 ബോക്സ് കൊടുത്തു. അപ്പോൾ എത്ര ടോട്ടൽ ആപ്പിൾസ് ഉണ്ടാവും? 7000. സൂപ്പർ സ്റ്റോറിൽ 5 ആണ് കൊടുത്തത്. അപ്പോൾ 5000 നൽകിയിട്ടുണ്ട്. റോയൽ വെജ് ആൻഡ് ഫ്രൂട്ട്സിൽ 2 ബോക്സസ് ആണ് കൊടുത്തത്. അപ്പോൾ എത്ര ആപ്പിൾസ് അവിടെ കിട്ടി? 2000. ഡെയിലി ഫ്രഷിൽ 6 ബോക്സസ് ആണ് കൊടുത്തത്. അപ്പോൾ എത്ര കിട്ടും? 6000. ടൗൺ ഗ്രോസറീസിൽ എത്ര കൊടുത്തു? 9. അപ്പോൾ എത്ര കിട്ടും? 9000. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ പ്രോബ്ലം വന്ന് ചെയ്യാൻ പറ്റുമല്ലോ. യെസ്. മീനു മെഷർഡ് ദ സൈഡ്സ് ഓഫ് ഹിസ് ബോക്സ്. They are 15 cm, 10 cm, 15 cm, 10 cm. Find the total length of all sides. എല്ലാ സൈഡിനെയും ടോട്ടൽ ലെങ്ത് എത്രയാണ്? അപ്പോൾ ഒരു വശം 15, അടുത്ത വശം 10, അടുത്ത വശം 15, അടുത്ത വശം 10. അപ്പോൾ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? ടോട്ടൽ ലെങ്ത് ഓഫ് ദി സൈഡ് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ടോട്ടൽ 50. Tabulate the cars according to the distance they have travelled, with the car which travelled most at the beginning and the car which travelled the least at the end. ഇവിടെ 6 കാറുകൾ ഓടുകയാണ്. അവർ ഓടിയ കിലോമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓടിയത് ആദ്യം കൊടുക്കുക, അടുത്ത് ഏറ്റവും കൂടുതൽ ഓടിയത്, അങ്ങനെ ഏറ്റവും കൂടിയത് മുതൽ എഴുതി ഏറ്റവും കുറഞ്ഞത് ഏറ്റവും താഴെ എഴുതുക. നമ്പേഴ്സിലും എഴുതണം, വേർഡ്സിലും എഴുതണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിയത് ടോട്ടോ എന്ന് പറയുന്ന കാറാണ്. ഇവിടെ നോക്കിയേ, 8564. അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? 8000. ആദ്യത്തതെല്ലാം ഫസ്റ്റ് വൺ എല്ലാം 1000 പറയും. 8000. അടുത്ത് 100, 500, അടുത്ത് 64. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് പറയുക? അടുത്ത് 8000, അതിനേക്കാൾ ചെറുതാണ്, 8546. ഇതെങ്ങനെയാണ് പറയുക? നെക്സ്റ്റ് മൂന്നാമത് ബോണിയാണ് എത്തിയത്. 7982. അടുത്തെങ്ങനെയാണ് പറയുക? ഫ്ലോറോടെ എങ്ങനെയാണ് പറയുക? 6735. ഇനി സ്പീഡിയാണ് അഞ്ചാമത് എത്തിയത്. 6375. ലാസ്റ്റ് എത്തിയത് ആരാ? ഫ്രെഡിയാണ്, ആറാമത് എത്തിയത്. എങ്ങനെയാണ് വായിക്കുക? 5114. അവസാനത്തെ 2 അക്ഷരവും 2 നമ്പേഴ്സും ഒരുമിച്ച് പറയുക. ആദ്യത്തേത് 1000ഉം അടുത്ത് 100, അടുത്ത് ആൻഡ് പറഞ്ഞിട്ട് അവസാനത്തെ 2 ഒരുമിച്ച് പറയുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്പേഴ്സിലും വേർഡ്സിലും എഴുതാൻ മനസ്സിലായല്ലോ? യെസ്. വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ഇതിൽ അടുത്ത പിക്ചർ ഏതാ? ഇവിടെ നോക്കിയേ, ഇതൊരു സ്ക്വയറാണ്. 3ലും സ്ക്വയർ ഉണ്ട്. ഒരു കുഞ്ഞു സ്ക്വയർ എവിടെയൊക്കെയാണ് വരുന്നത്? ഇവിടെ നോക്കിയേ, മുകളിൽ, അടുത്ത് താഴെ വന്നു, അടുത്ത് വീണ്ടും ലെഫ്റ്റിൽ വന്നു, അടുത്ത് എവിടെയാണ് പോവുക? വീണ്ടും മുകളിൽ പോകും അല്ലേ? അപ്പോൾ ഇതേതാ വരിക? സി ആണ് ശരി ഉത്തരം. അതിങ്ങനെ കറങ്ങുവാണ് കേട്ടോ, ഇതിങ്ങനെ കറങ്ങുവാണ്. അടുത്ത പാറ്റേൺ ആണ്. ഈ പാറ്റേൺ ആൻസർ കണ്ടെത്തണം. 500, 1000, 1500 നമുക്ക് എളുപ്പമാണ് അല്ലേ? ഇതെങ്ങനെ കണ്ടെത്താം? 500, 1000, 1500 ആഡിങ് 500 വീതം കൂടി പോകുന്നു. 2000, 2500, 3000, 3500 അങ്ങനെ പോകും. ഇവിടെ നോക്കിയേ, 4000, 6000, 8000, 2000 വീതം കൂടി പോകുന്നു. 4 കഴിഞ്ഞ് 6, 6 കഴിഞ്ഞ് 8, 2000 വീതം കൂടി പോകും. 8000 കഴിഞ്ഞ് 10,000, 12,000, 14,000 ഇങ്ങനെ പോകും. ഇവിടെ നോക്കിയേ, 7628, 7728, 7828, 100 വെച്ച് കൂടി പോവാണ്. ഇവിടെ 100 വെച്ച് 100ൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്തു? 1 വീതം കൂടി. 6, 7, 8. അടുത്തെന്ത് വരും? 7928. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? 100 കൂട്ടണം. അപ്പോൾ 8028, 8128, 8228 അങ്ങനെ പോവും. 100 വെച്ച് കൂട്ടി പോകും. 2222, 3333, 4444 തന്നെ 1111 വെച്ച് കൂട്ടി പോവുകയാണ്. അടുത്ത് 5555, 6666 അങ്ങനെ പോകുന്നു. 9400, 9300, 9200. അടുത്തെന്താ വരിക? ഇവിടെ 100ൻ്റെ സ്ഥലത്ത് 100 വെച്ച് കുറയാണ്. 432. അടുത്ത് 1. 9100, 9000, 8900, 100 വെച്ച് കുറഞ്ഞു പോകും.
3021 4132 5243. ഇതെങ്ങനെ എഴുതാം? ഇവിടെ കൂടുകയാണ്, 1111 കൂടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? ഇവിടെ 3 4 ആയി, 4 5 ആയി, 0 1 ആയി, 1 2 ആയി, 2 3 ആയി, 3 4 ആയി, 1 2 ആയി, 2 3 ആയി. അപ്പോൾ ഇവിടുന്ന് ഒന്ന് കൂടുക, 5 6 ആകും, 2 3 ആകും, 4 5 ആകും, 3 4 ആകും. അടുത്ത് എന്ത് ചെയ്യും? 6 ഒന്ന് കൂടുമ്പോൾ 7 ആവും, 3 4 ആകും, 5 6 ആകും, 4 5 ആവും. ഓരോന്ന് വീതം കൂടിക്കൂടി പോകുന്ന പാറ്റേൺ. അപ്പോൾ എല്ലാ പാറ്റേണും എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് മനസ്സിലായല്ലോ, കണ്ടെത്താമെന്ന് മനസ്സിലായല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എക്സാം നല്ലതുപോലെ എല്ലാവരും എഴുതുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.